എന്തൊക്കെയാ ഞങ്ങൾ രഹസ്യമൊന്നും പറഞ്ഞില്ല. നിങ്ങൾ രഹസ്യം പറഞ്ഞില്ലല്ലോ ഒളിച്ചിന്ന് കേക്കാൻ. ഉണ്ടാക്കുമ്പോ ഒന്നും വേണ്ട. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നു പ്രിയങ്ങളെ, ഞാനിങ്ങോട്ട് കയറിയിട്ടാണ് അങ്ങോട്ട് പോയത്. കാരണം കുറച്ച് സാധനം ഞാനിവിടെ എടുത്തു വെച്ചേക്കുമായിരുന്നു അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ളത്. അത് ഞാൻ രാവിലെ വണ്ടിയെ വെച്ച് കൊണ്ടുപോയില്ല. തിരിച്ചു വരുമ്പോൾ എന്തായാലും മോനിക്കുട്ടനെ വിളിക്കാൻ പോകുമ്പോൾ അങ്ങ് കൊടുക്കാമെന്ന് ഓർത്തിട്ട് അതിവിടെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പാലും കുറച്ച് മീൻ മേടിച്ചു. അതിവിടെ വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പിന്നെ എന്താ പറയുന്നത്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും ഗ്രീൻ പീസ് മേടിച്ചു. പിന്നെ കാശ്മീരി ചില്ലിയുടെ പൊടി ഇച്ചിരി എരി കൂടുതലുണ്ട്, മുളക് പൊടിക്ക് അതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടാണ് പോയത്. അതൊന്ന് അരച്ചു വെക്കണം. നാളെ മോനിക്കുട്ടൻ LSSന്റെ എക്സാമാണ്. അപ്പോൾ രാവിലെ കൊണ്ടുവിടണം. പേരൻസ് കൊണ്ടുവിടേണ്ടതാണ്. വൈകുന്നേരം വരെ ഉണ്ട്. പക്ഷേ എനിക്ക് നാളെ അവധി എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ടീച്ചർമാരുടെ കൂടാണ് മോനിക്കുട്ടനെ വിടുന്നത്. ഇപ്പോൾ രാവിലെ 9 മണിയാകുമ്പോൾ ടീച്ചറിൻ്റെ അടുക്ക കൊണ്ടുവിടണം. പിന്നെ അന്നേരം ഉച്ചക്കലത്തേക്കുള്ളതൊക്കെ കൊടുത്തു വിടണം. വൈകുന്നേരം വരെ ഉണ്ട് പരീക്ഷയെ. അപ്പോൾ രാവിലെ അപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. മോനിക്കുട്ടി ചോറ് മതിയെങ്കിൽ ഉച്ചക്കലത്തേക്കുള്ള ചോറും ഇതും കഴിക്കാനുള്ളതും ഒക്കെ കൊടുത്തു വിടണം. പിന്നെ ഇനിയിപ്പോൾ അത്താഴത്തിന് മീൻ മറക്കാം, മോരുകറി ഇരിപ്പുണ്ട്. പിന്നെ അമ്മ ഒരു മാങ്ങ തന്നു, നമുക്കൊരു മാങ്ങ ചമ്മന്തി അരയ്ക്കാം. ഇന്ന് അതൊക്കെ ഉള്ളൂ. ഇതൊക്കെ മതിയല്ലോ അല്ലേ. പിന്നെ പനി എന്ന് വെച്ചാൽ ചുമയും തൊണ്ടയ്ക്കത്തെ ആ ഒരു പ്രശ്നം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എനിക്ക് വോയിസ് ഇടാനൊക്കെ വലിയ പാടാണ്. കുറേ നേരം സംസാരിക്കാൻ പാടാണ്. അതുകൊണ്ടൊക്കെ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട്. ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ നാക്കുകൊണ്ട് ജീവിക്കുന്നവരാണ്. നാക്കും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം മൊത്തം നമ്മളെ ഒന്ന് കൊല പിടിച്ചേനെ എപ്പോഴേ. ചിലരൊക്കെ കുത്തിയൊക്കെ പറയാറൊക്കെ ഉണ്ട്. അതിനൊന്നും എനിക്ക് വിഷയമല്ല. കാരണം നമ്മൾ ആരും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നാക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ആരും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാക്ക് ഒരായുധമാക്കുന്നില്ല. അതാണ് പോയിന്റ്. ഇടയ്ക്ക് ഒരു കോൾ വന്ന് അങ്ങ് പോയി. അപ്പം പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങളെല്ലാം വിട്ടുപോയി. അപ്പോൾ ഇനിയിപ്പം ഞാനിന്ന് മുറ്റത്ത് കുറേ കരിയില, എന്നും മഴയല്ലേ പ്രിയങ്ങളെ. അപ്പം ആ ഫ്രണ്ട് വശത്തെ മുറ്റം മാത്രം ഒന്ന് തൂത്തിടും. അവിടെ ഒന്ന് തൂക്കണം. പിന്നെ അരി അരച്ച് വെക്കണം. ചോറിരിപ്പുണ്ട്. ഈ മീനൊക്കെ എടുക്കണം, ചമ്മന്തി അരയ്ക്കണം. ഇന്നത്തെ പണികൾ ഇതൊക്കെയാണ്. പിന്നെ വേറെന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം വരാം. പണി കിട്ടി പ്രിയങ്ങളെ. കറണ്ട് പോയി. പിന്നെ എല്ലാം മിക്സിക്കകത്ത് അരയ്ക്കാനും പിടിക്കാനും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ പണികളെല്ലാം മുടങ്ങി. അരി അരച്ച് വെക്കാൻ, ചമ്മന്തി അരയ്ക്കാൻ, പിന്നെ മീനിൻ്റെ മസാല ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം എടുത്ത് വെച്ചപ്പോഴാണ് കറണ്ട് പോയത്. അതുകൊണ്ട് ഞാൻ പോയി കുളിച്ചു. ഇന്ന് പക്ഷെ മഴയൊന്നുമില്ല. എന്താ പറ്റിയെന്ന് അറിയത്തില്ല, കറണ്ട് പോയത്. മോനിക്കുട്ടൻ അതിനും ഇവിടെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു. രാവിലെ പോകാനുള്ളതെല്ലാം എടുത്തു വെക്കണം. ടീച്ചർ വിളിച്ച് പറഞ്ഞു കേട്ടായിരുന്നു. ഹോൾ ടിക്കറ്റ്, പേന, പെൻസില്, റബ്ബർ, കട്ടർ എല്ലാം എടുത്തു വെക്കണം. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ച് നോക്കിയിട്ട് ആൻസർ എഴുതാവുള്ളൂ. ഷടുപടയെന്ന് വായിക്കാതെ ഉത്തരം എടുത്ത് എഴുതരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അരി അരയ്ക്കാൻ പറ്റുമോ എന്തോ എനിക്കറിയത്തില്ല. ഇന്ന് അരി വെള്ളത്തിലിട്ടപ്പോഴേ ഞാൻ ഓർത്ത് ഇനി വൈകിട്ട് മഴ ആയിരിക്കുമോ. ഈ മാങ്ങയാണ് നമ്മൾ ഇന്ന് ചമ്മന്തി അരയ്ക്കുന്നത്. ഒക്കെ റെഡിയാക്കി വെക്കാം. കറണ്ട് വരുന്ന തക്കം നോക്കി നമുക്ക് ചമ്മന്തി അരയ്ക്കാം. അരി അരയ്ക്കണം. നല്ല പുളിയ. കറണ്ട് വന്ന് പ്രിയങ്ങളെ, ഞാൻ പെട്ടെന്ന് മീനുള്ള മസാല റെഡിയാ. ആദ്യം
അയലക്കൊഴുവയില്ല, അയലക്കൊഴുവ, അതിൻ്റെ വലിയ കൊഴുവ. അതാണ് ഇന്ന് വാങ്ങിച്ചത് കേട്ടോ. ചെറിയ അയലക്കൊഴുവ ഇരിപ്പുണ്ടായിരുന്നു. ഇതാ ഞാൻ അങ്ങനെ കഴിച്ചതായിട്ട് ഓർക്കുന്നില്ല, ഒന്ന് കഴിച്ചു നോക്കാമെന്ന് കണ്ടുകൊണ്ട് വാങ്ങിച്ചത്. കുഴച്ച് പെരട്ടി. ചോറല്ല ഇന്ന് അരയ്ക്കുന്നത്, നമ്മൾ അവല് കുതിർത്തരയ്ക്കുക കേട്ടോ. അന്നൊരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പം ചോറ് അരയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടി. വെള്ള അവലിരിപ്പുണ്ട്, മറ്റേതാണെങ്കിൽ ചെറിയൊരു കളർ വ്യത്യാസം വരും അപ്പം ഉണ്ടാക്കുമ്പോൾ, അത്രയേ ഉള്ളൂ. അവല് കുതിർത്തതും കൂടെ അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ്, പഞ്ചസാര, ഈസ്റ്റ് കൂടെ ചേർത്ത് അരയ്ക്കാം. അരച്ചേ. ചമ്മന്തി അരച്ചേ. അത്രയും മാങ്ങ എടുത്തില്ല, നല്ല പുളിയുണ്ട് മാങ്ങയ്ക്ക്, അതുകൊണ്ട് കുറച്ച് അവിടെ ഇരിപ്പുണ്ട്. അരകല്ലെ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇങ്ങനെ തോണ്ടിയെടുക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതും തോണ്ടി കഴിക്കാം. ചോറ് ഞാൻ വാർത്തിട്ടു, ചമ്മന്തി അരച്ചു, അരി അരച്ച് വെച്ചു. നാളെ നമുക്ക് അപ്പത്തിന് ഞാൻ ഗ്രീൻ പീസ് കറിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഗ്രീൻ പീസ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, കുറച്ചെടുത്ത് വെള്ളത്തിലിടണം. മീനായോ നോക്കട്ടെ. കഴിക്കാം, തമ്പുരാൻ വന്നാട്ടെ. അയ്യോ സോറി മൈ ഡിയർ. നേരത്തെ കഴിച്ച് നേരത്തെ കിടന്നുറങ്ങ, പരീക്ഷ എഴുതാൻ പോകേണ്ടിയതാ. ആയിരിക്കുന്നതൊക്കെ ഉള്ളു കൂട്ടാൻ. ഇനി ആയി. മോരവിടെ ഒഴിച്ചോടാ നീ. ഒരെണ്ണം ഞാൻ തരും കേട്ടോ. നല്ല സ്വഭാവം, നല്ല മീൻ കേട്ടോ. ചമ്മന്തി ഉള്ളതുകൊണ്ട് മോൻകുട്ടിന് മോരേറി ഒന്നും വേണ്ട, എനിക്കും വേണ്ട. കൊണ്ട വയ്യ പ്രിയങ്ങളെ. നമുക്ക് ചൂട് ചോറും തേങ്ങ മാങ്ങ ചമ്മന്തി, മീൻ വറുത്തി പോരെ. മീൻ വറുത്തതെടുത്തു, മാങ്ങ ചമ്മന്തി എടുത്തു. അപ്പോൾ ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, കഴിക്കാൻ പോവാണ് പ്രിയങ്ങളെ. തൊണ്ട ശരിയാവട്ടെ. ഇന്ന് ലൈം ടീ ഒക്കെ കുടിച്ചു, ചൂടുവെള്ളം കുടിച്ചു, ഉപ്പുവെള്ളം കൊണ്ടു. ഇനി വൈകിട്ടല്ല, ഇനിയും രാത്രി കിടക്കാൻ നേരത്തും കൂടി ഉപ്പുവെള്ളം കൊള്ളണം. അപ്പോൾ എന്നത്തെയും പോലെ എല്ലാവരോടും സ്നേഹം, സന്തോഷം, പ്രാർത്ഥനകൾ. നാളെ കാണാം കേട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.